അപ്പം ഇന്ന് എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ്. ഫസ്റ്റ് ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. এটা চুমা দাও তো, একটা চুমা দাও, চুমা চুমা। ও বাবা, চুমা কামড় না, চুমা দিতে গেলে কামড় দেয়, কামড় দিতে গেলে চুমা দেয়। ഹലോ, അപ്പം ഞങ്ങൾ ബംഗാളികൾ എങ്ങനെയാണ് ബർത്ത്ഡേ സെലിബ്രേഷൻ ചെയ്യുന്നത്, നമ്മുടെ ഫുഡൊക്കെ എങ്ങനെയാണോ അന്ന് ഇന്നത്തെ ബ്ലോഗിൽ അതായിരിക്കും കാണിക്കാൻ പോകുന്നേ. ഓ, ഞാൻ ആരാ? ഞാൻ ബെങ്കു സുനി. എൻ്റെ ഒറിജിനൽ പേര് സുനിത ദാസ്. ബട്ട് എനിക്ക് ആ പേര് ഇഷ്ടമല്ലാത്തതുകൊണ്ട് നന്ദിനി എന്നാണ് ഇടുന്നത്, എല്ലാവരും വിളിക്കുന്നത്. പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ പേര് ആദിത്യ ദേവനാഥ് അല്ലയോ? ആദിത്യ ദേവനാഥ്. അപ്പം ഇപ്പം എൻ്റെ അമ്മ വരാൻ പോവാണ്. അതുകൊണ്ട് ഞാനും എൻ്റെ കുഞ്ഞിങ്ങനെ കാത്തിരിക്കുകയാണ്. എപ്പോഴാണ് വരുന്നത്? ബസ്സിലായിരിക്കും വരുന്നത്. ജസ്റ്റ് ഫ്രണ്ടിൽ, തൊട്ട് ഫ്രണ്ടിൽ ഇവിടെ നിന്ന് എൻ്റെ റൂമിൽ നിന്ന് റോഡ് കാണാൻ പറ്റും. ഒരാൾ ഇതുവരെ അങ്ങ് പോകാൻ നോക്കുന്നു. ഇറ്റ്സ് ഓക്കെ. എല്ലാവരും ഭയങ്കര തയ്യാറെടുപ്പാണ് വെളിയിൽ. ചെറിയ കുഞ്ഞായിട്ട് ഫങ്ഷൻ ചെയ്യുന്നതേ ഉള്ളൂ. ഇന്ന് വേറൊരു സ്പെഷ്യൽ ഡേ എന്ന് പറയുമ്പം എൻ്റെ കുഞ്ഞിൻ്റെയും എൻ്റെ ഹസ്ബൻഡിൻ്റെയും ഒരേ ദിവസം ബർത്ത്ഡേ ആണ്. അല്ലയോ അല്ലയോ അല്ലയോടാ? ഓ അച്ഛോ, നമ്മൾ കുളിച്ച് സുന്ദരനായിട്ടേ ഇപ്പം റോഡിൽ കാത്ത് നിൽക്കുക. എപ്പോഴാണ് അമ്മൂമ്മ വരുന്നേ? അങ്ങനെ ഇപ്പം കടയിലോട്ട് ഒന്ന് വന്നായിരുന്നു, കുറച്ച് സാധനം വാങ്ങിക്കണമായിരുന്നു. ബൗദ്ധ ഹാസി വീടിൻ്റെ ഫ്രണ്ടിൽ ബസ് നിർത്താതെ കണ്ടില്ല, അങ്ങ് കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നു. അപ്പം അമ്മയും അനിയത്തി വരുന്നുണ്ട്. അവിടെ നിന്ന് ഇറങ്ങി അനിയത്തി ഓടി ഓടി വരും, അമ്മ ദേ നടന്നു വരുന്നു. ഭയങ്കര ചൂടാണ്, കണ്ടില്ലേ? പക്ഷെ ഞാനൊരു സാധനം കണ്ടേ, പുറകിലത്തെ വ്യൂ കൊണ്ട് എൻ്റെ പൊന്നോ, എനിക്ക് അവിടെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ ഭയങ്കര ദൂരമാണ്, കണ്ടാൽ തോന്നി ഇവിടെയാണ്, പക്ഷെ അല്ല. പിന്നെ ദേ ഇവിടെ ആണെങ്കിൽ എല്ലാവരും റെഡി ആക്കുന്നുണ്ട്, എല്ലാം തയ്യാറെടുപ്പാണ്. അമ്മ വന്ന് വീട്ടിൽ ഫുഡെല്ലാം ഉണ്ടാക്കുന്നുണ്ട് എല്ലാവരും കൂടെ. അപ്പം ഞാൻ വേണമെങ്കിൽ ആശീർവാദം ചെയ്യണ്ടേ, നമ്മുടെ ഈ എന്തായിരുന്നു കേക്ക് മുറിച്ച് കഴിഞ്ഞ് ആശീർവാദം ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ദുർബ എടുക്കാൻ വന്നേക്കുവാണ്. ഞങ്ങൾ ബംഗാളികൾക്ക് ഈ ദുബ്ബ എന്ന് പറയുമ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ്. കാരണം ഏത് ആശീർവാദമാകട്ടെ, ഏത് നല്ല കാര്യത്തിനാകട്ടെ ദുബ്ബ വേണം. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് ഇങ്ങനെ കാറ്റ് പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് തപ്പി നോക്കിയാൽ നമുക്ക് കിട്ടിക്കോളും. ഇതുപോലത്തെ ദുബ്ബയൊക്കെ കുറേ ഉണ്ട്. പിന്നെ ചവിട്ടാത്ത ഇടയിൽ നിന്നാണ് ഞങ്ങൾ എടുക്കുന്നത്. ഇത് നമുക്ക് ഏത് പൂജ ആകട്ടെ, കല്യാണമാകട്ടെ, എന്ത് സാധനമാകട്ടെ, അതിനകത്ത് നമുക്ക് ഈ സാധനം വേണം. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് എന്താ പറയുന്നത്, ഇതിന് നല്ല ഡിമാൻഡൊക്കെ. എന്തായാലും വൈകുന്നേരമായി. അപ്പം ഞാനേ സമയമില്ല, ജോലി ചെയ്ത് ഒരു വീട്ടിലൊരു ചെറിയ ഫങ്ഷൻ ആണെങ്കിലും ഭയങ്കരമായിട്ട് ജോലിയല്ലയോ, ഇതൊക്കെ നമ്മൾ വേണം തീർക്കാൻ. ഇവിടുത്തെ ബംഗാളീസ് ഉണ്ടല്ലോ, അതായത് നമ്മൾ അത്രയും കാശ് ചിലവാക്കുന്ന പരിപാടിക്ക് നമ്മളില്ല. വേണമെങ്കിൽ നമ്മൾ തന്നെ ജോലി ചെയ്ത് ഒരുങ്ങാതിരിക്കും, എന്നാലും ജോലി ചെയ്തേ പറ്റൂ. അതുകൊണ്ടാണ് കുറച്ച് ക്യാഷ് സേവ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം എന്താണ് ഞാനിവിടെ നിന്ന് ഞാനും ഇതുപോലെ ആണ്. അപ്പോഴേ അപ്പം ഞങ്ങൾ കേക്കിന് വെയിറ്റിംഗ് ആണ് ഗൈസ്. ദേ സുന്ദര ഹലോ ഹലോ. ബസ് പുറകെ വന്ന് നിർത്തിയിട്ടുണ്ടേ, അപ്പം കേക്ക് കിട്ടിക്കോളും. എന്നിട്ട് ഞാൻ കണ്ടില്ലേ പുതിയ സെറ്റ് ഇവിടെ ഞാൻ കുഞ്ഞിന് വേണ്ടി എടുത്തിട്ടുണ്ട്. കുഞ്ഞിൻ്റെ അച്ഛൻ, കുഞ്ഞിൻ്റെ അച്ഛൻ്റെ പേര് രണ്ടും ഒറ്റ ഒരെണ്ണേ എടുത്തിട്ടുള്ളൂ. കാരണം കുഞ്ഞ് കഴിക്കത്തില്ലല്ലോ, അപ്പം കുഞ്ഞിൻ്റെ അച്ഛനല്ലയോ കഴിക്കുള്ളൂ. രണ്ടും എന്താ പറയുന്നത്, കട്ടോറ അല്ലെങ്കിൽ ഒരു പിന്നെ എന്താ ഇത് നമ്മുടെ ഗ്ലാസ്, പിന്നെ ഒരു താലി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതില്ലേ ഈ സംഭവം ഞാൻ കാണിച്ചു കണ്ടോ, ഇത് നമ്മുടെ ഈ എന്താ പറയുന്നത്, കാശ എന്നാണ് ഞങ്ങൾ പറയുന്നത്, കാശ. അപ്പം ഇതില്ലേ ഇത്, അപ്പം ഇതാണെങ്കിൽ വെള്ളിയുടെ സ്പൂണാണ്, നമ്മുടെ അമ്മ കൊടുത്തതാണ്. ഇത് നമ്മുടെ റൈസ് സെറിമണിക്ക് കുഞ്ഞിന്. അപ്പം ഇതുകൊണ്ടായിരിക്കും പായസം കൊടുക്കുന്നത് നമ്മൾ. വേണ്ടല്ലേ, നല്ല ക്യൂട്ടല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ.
ഞാൻ ഒരുങ്ങാൻ പോകുന്നത് ജസ്റ്റ് നമ്മൾ കോട്ടൺ സാരി ഇടാൻ പോവാം. മുഖമൊക്കെ കഴുകി ബ്രഷൊക്കെ ചെയ്തു. ഇനി നമുക്കെന്താ ചെയ്യേണ്ടത്? ഡ്രസ്സ് സാരി ഇടാൻ പോവാണ്. വലിയ എന്താണ് മിനുക്കം അങ്ങനത്തെ ഒന്നും സാരി ഇടാൻ പോകല്ല. ജസ്റ്റ് കോട്ടൺ സാരി ഇടുവാണ് ഞാനിപ്പം. പിന്നെ എൻ്റെ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരുങ്ങിയിട്ട് വേണം അവനെ ഒരുക്കാൻ. കാരണം ഭയങ്കര ശല്യമാണ്. അപ്പം മൊത്തം കുളവാക്കും. അതുകൊണ്ട് ഞാൻ ആദ്യമേ ഒരുങ്ങാൻ പോവാണ്. അപ്പം ഞാൻ പെട്ടെന്ന് സാരി ഇടട്ടെ. പേര് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ? ഉണ്ടോ? പിന്നെ ഇവിടെ അമ്മ റെഡി ആവുന്നുണ്ട്. പിന്നെ അനീതി ഇവിടെ റെഡി ആവുന്നുണ്ട്. ഹായ് ബോലത്തോ, ഹായ് 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 ബോലത്തോ, ഹായ്. എൻ്റെ കയ്യിലൊക്കെ എന്തൊക്കെയാ ഇട്ടേക്കുന്നേ. ആളെന്തായാലും റെഡിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നു. അച്ഛൻ ക്യാമറമാൻ അല്ലയോ, അതുകൊണ്ട് പിന്നെ എനിക്കിവിടെ കുറച്ച് ഫോട്ടോഷൂട്ട് ചെയ്തതിന് ശേഷം ഇവിടെ അമ്മ പറഞ്ഞ് പല്ലി ഇഷ്ടമാണ് ഇവന്, ഭയങ്കര പല്ലി. അപ്പം പല്ലി എവിടെ എന്ന് ചോദിച്ചപ്പോൾ കണ്ടങ്ങ് താഴെ വീണ്. പിന്നെ അമ്മയെ അത് കണ്ട് ചിരിച്ച് അമ്മ ഇവിടെ ഇപ്പോണ്ട്. പിന്നെ നമ്മുടെ ബർത്ത്ഡേ ബോയ്, വലിയ ബോയ്, കുഞ്ഞി ബോയ്, വലിയ ബോയ്, പിന്നെ ബർത്ത്ഡേ ബോയുടെ എന്തായിരുന്നു വലിയമ്മ. അപ്പം പിന്നെ ഇവിടെ ആണെങ്കിൽ എല്ലാവരും നടത്തുന്നുണ്ട്. നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി കറി കൂടി റെഡിയാക്കിയ, പിന്നെ കുറച്ച് പക്കോടയും കൂടി ഉണ്ട്, അത് റെഡിയാക്കിയാൽ തീർന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു താലി നമ്മുടെ ആശീർവാദം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ദുർബ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നെയ്യിൻ്റെ വിളക്കാണ് ഞങ്ങൾ ഇവിടെ കത്തിക്കാൻ പോകുന്നത്. പഴയ സ്റ്റൈൽ, നമ്മുടെ എന്താ പഴയ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രിട്ടീഷുകാരുടെ ആ ചന്ദനത്തിരി അല്ലല്ലോ, മെഴുകുതിരി കത്തിക്കുന്ന അത് ഞങ്ങൾ നിർത്തി. അതിൻ്റെ പകരം ഇപ്പം ഞങ്ങൾ ഇതുപോലെ വിളക്ക് കത്തിച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇത് ഞാൻ ഫുൾ രാത്രി ദൈവത്തിൻ്റെ വേണ്ടി അങ്ങ് വെക്കും. പിന്നെ ആണെങ്കിൽ ഞാനിവിടെ നെല്ല് എടുത്തിട്ടുണ്ട്. നെല്ലും ഇതും വെച്ചായിരിക്കും ആശീർവാദം ചെയ്യുന്നത്. ഇവിടെ താലി റെഡി ആക്കിയിട്ടുണ്ട്. നമ്മുടെ എന്തായാലും ഫ്രൈഡ് റൈസ്, പിന്നെ ആലുപ്പനി, പിന്നെ നമ്മുടെ പായസം, പിന്നെ നമ്മുടെ 3-4 തരത്തിലുള്ള മിഷ്ടി ഉണ്ടായിരുന്നു. പിന്നെ അവിടെ കുറേ ചോക്ലേറ്റ്സും, പിന്നെ നമ്മുടെ ആ മിക്കി മൗസിൻ്റെ കേക്ക്. എന്തായാലും 2 പേരുടെ ബർത്ത്ഡേ അല്ലേ, അതുകൊണ്ട് 2 കേക്ക്, അതായത് ഒരെണ്ണം അത് 2 നല്ല കേക്ക്. അപ്പോൾ മേലത്തത് മോനും താഴത്തത് അച്ഛൻ്റെയും. അത് കണ്ടില്ല, ഇരുന്ന് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കേട്ടോ. അതായത് വേറെ പിള്ളേരൊക്കെ ആണെങ്കിൽ കരഞ്ഞുകൊണ്ട് ഞാൻ വിചാരിച്ച് കരയുമെന്ന്, പക്ഷെ കരഞ്ഞില്ല കേട്ടോ. പിന്നെ റൈസ് സെറിമണിയുടെ സമയത്തും ഇതുപോലെ ആയിരുന്നു, ഇരുന്ന് എൻജോയ് ചെയ്യുമായിരുന്നു. പക്ഷേ ആ മാലയില്ലേ, പച്ച പൂവിൻ്റെ മാല, അത് കഴുത്തിലിട്ടപ്പോഴത്തേക്ക് തുടങ്ങിയാൽ പിന്നെ ആശീർവാദം ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഇത് കുരവയാണ്. നമ്മളിവിടെ ഉലുലു അല്ലെങ്കിൽ ജുക്കാർ എന്ന് പറയും. ആ ജോക്കാരല്ല കേട്ടോ, ജുക്കാർ എന്നാണ് പറയുന്നത്. ഇത് നല്ല ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇത് ഇല്ലാതെ നമുക്ക് പറ്റിയില്ല. പൂജ ചെയ്യുമ്പോഴും നമുക്ക് ഇത് രാവിലെയും വൈകിട്ടും ഇടണം. പിന്നെ എന്തെങ്കിലും നല്ല ആശീർവാദമോ കല്യാണമോ എല്ലാത്തിനും ഇത് ഇടുവേ. പിന്നെ ഇവിടെ അമ്മ എനിക്ക് മുമ്പേ അച്ഛൻ 100 രൂപ കൊടുത്തപ്പോൾ ആളെടുത്തില്ല. ഇതുപോലെ തന്നെ വീട്ടിൽ 100, 10ൻ്റെ നോട്ടൊന്നും എടുക്കത്തില്ല, 500 നോട്ടേ എടുക്കൂ. റൈസ് സെറിമണിക്കകത്തും അങ്ങനെ ആയിരുന്നു. 500 നോട്ട് തപ്പിയാണ് ആളെടുത്ത്. കണ്ടില്ല എല്ലാവരെയും കാണിക്കുന്നത്. എനിക്ക് കിട്ടി. അവ പിന്നീടാണെങ്കിൽ ഇവിടെ അത് അമ്മ പായസം കഴിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കുഞ്ഞിനെ. പിന്നെ എന്താ കണ്ടില്ലേ, ആരെയും ഒന്ന് തൊടാൻ പോലും സമ്മതിക്കുന്നില്ല. ഒറ്റയ്ക്ക് തന്നെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഞാൻ ഇതുപോലെ ഫസ്റ്റ് ബർത്ത്ഡേ എൻജോയ് ചെയ്യുന്ന ഒരാളെ കണ്ടിട്ടില്ല. കാരണം ഈ 2 പേര് അപ്പുറത്തിപ്പറ്റി ഇരിക്കുന്നത് കണ്ടില്ലേ, ഇവരൊക്കെ എന്ന് പറയുമ്പോൾ കാലിച്ചില്ലെന്ന് പറയുമ്പോൾ ഭയങ്കര കരച്ചിൽ. ഇവ മാത്രമേ ഉള്ളൂ കരയാതെ ഇടുന്നത്. അത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം. കണ്ടില്ല, പിടിച്ച ഉടനെ കരച്ചില്ല, അവൻ തന്നെ മുറിക്കണം. പിന്നെ ഞങ്ങൾ വിചാരിച്ചാൽ എന്നാൽ നീ കുറച്ച് നേരം മുറിച്ചു. ഇനി എന്താ പറയേണ്ടത്, ഇന്നോടെ കുറേ രാത്രിയായപ്പോൾ പിന്നെ എനിക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം നമ്മളും അവിടെ കിടന്ന് ഉറങ്ങി. ഒരു 10-12 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഓക്കെ. ഇനി ഇന്നത്തെ ബ്ലോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. പിന്നെ ലൈക്ക്, ഫോളോ, കമൻറ്റ്സ് ഒക്കെ ചെയ്യണം. ഓക്കെ, ഇനി ബൈ. ഇനി നെക്സ്റ്റ് ഏതെങ്കിലും ഒരു വീഡിയോ കാണാം. എന്തെങ്കിലും നല്ല റിച്വൽസ് ഇനി വരുന്നുണ്ട്. നമ്മുടെ ദുർഗാപൂജയുടെ ബ്ലോഗായിട്ട് ഇനി വരാം. ഓക്കെ, ബൈ.